ഒരു ഭരണ തുടർച്ചയ്ക്കുള്ള സാധ്യതകൾ അന്വേഷിക്കുന്നതാണല്ലോ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമായും ഇടതുമുന്നണിയുടെ ഭാഗത്തുള്ളത്. ഇപ്പോൾ യു ഡി എഫിൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് വലിയ ഒരു ഭൂരിപക്ഷത്തിൽ അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയും. ഇപ്പോൾ വി ഡി സതീശൻ്റെ വാക്ക് പറഞ്ഞാൽ 100-നപ്പുറം സീറ്റ് കൊണ്ട് വിജയിക്കാൻ കഴിയുന്ന തരത്തിലൊരു തരംഗം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണമായി കാണിക്കുന്നത് ഉയർന്ന പോളിംഗ് നിരക്കും സ്ത്രീകൾ ഒന്നാകെ വോട്ട് രേഖപ്പെടുത്താൻ എത്തി, അതൊക്കെ ഭരണവിരുദ്ധ വികാരത്തിനുള്ള തെളിവാണ് എന്നാണ്. ഇനി സാമുദായിക ഘടകങ്ങളാണ് പരിശോധിക്കുന്നതെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ രേഖീകരണം കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് അനുകൂലമായി സംഭവിച്ചിട്ടുണ്ടെന്നും ബി ജെ പി വോട്ടുകൾ തന്നെ പല കാര്യങ്ങളിലും ഈ രണ്ട് ഭാഗങ്ങളിലേക്കുമായി ചിതറിപ്പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. എങ്ങനെയാണ് ഇടതുമുന്നണി ക്യാമ്പ് നിലവിലെ ഈ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്? ഒരു ഭരണ തുടർച്ചയ്ക്കുള്ള സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ? അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇവിടെ ഇപ്പോൾ വി ഡി സതീശൻ്റെ 100 സീറ്റിനെ കുറിച്ചാണ് നിങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പും പറഞ്ഞത് എന്തൊക്കെയാണ്? കളവ് മാത്രമല്ലേ. ഞങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ കേരളത്തോട് പറയാൻ ശ്രമിച്ചതും അതുതന്നെയാണ്. ഒരു സാധാരണ പ്രതിപക്ഷ നേതാവിൽ കവിഞ്ഞ് നുണ പറയുന്ന, ആക്ഷേപിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. അത് കോൺഗ്രസ്സുകാർക്കും ആ ബോധ്യമുണ്ട്. അവസാന നിമിഷം വരെ നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, യു ഡി എഫ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ വലിയ ആവേശമായിരുന്നു 2021 കാണിച്ചിരുന്നത്. 2021 അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞിരുന്നത്? ഭരണമുണ്ടാകും എന്നുള്ളതാണ്. ഭരണമുണ്ടാകും എന്ന് പറഞ്ഞു. കേരളത്തിലുടനീളം ഇപ്പോൾ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെയും ഒക്കെ യു ഡി എഫും മുസ്ലിം ലീഗും ഒക്കെ തീരുമാനിച്ചതാണ്. അത് നാട്ടിൽ എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച്. അവസാനം എന്തായി? ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിനെ തന്നെ അവരങ്ങ് മാറ്റി പുതിയ ആളെ കൊണ്ടുവന്നു. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നാലും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ഉള്ള പ്രതിപക്ഷ നേതാവിനെ അവർ മാറ്റുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അദ്ദേഹം വനവാസത്തിലോ മറ്റെവിടേക്കെങ്കിലോ പോവാൻ അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് അവിടേക്ക് പോകേണ്ടി വരും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വികസനം ചർച്ച ചെയ്യും. വികസനം ചർച്ച ചെയ്യുന്ന സമയത്ത് മുൻകാലങ്ങളിലെ യു ഡി എഫ് ഗവൺമെൻറ് ഈ നാട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഈ നാടിൻ്റെ മുന്നോട്ട് പോക്കിനെ എങ്ങനെയൊക്കെയാണ് അവർ തടഞ്ഞിരുന്നത്, അതിനുവേണ്ടി ഒരു ഇച്ഛാശക്തിയോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി അവർ ഇടപെടാത്തത് എല്ലാം ഈ നാട് ചർച്ച ചെയ്യും. സ്കൂളുകൾ അടച്ചുപൂട്ടിയത്, നമ്മുടെ നാട്ടിൽ കറണ്ടില്ലാത്തത്, അത് റോഡില്ലാത്തത്, പാലമില്ലാത്തത്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി പൂട്ടിക്കൊണ്ടിരുന്നത്, അതിൽ നിന്നെല്ലാമുള്ള ഒരു വലിയ മാറ്റം ഈ കേരളം കണ്ടു. ആ മാറ്റത്തോടൊപ്പം ഈ ജനം നിൽക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു മുന്നേറ്റം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുണ്ടാകും. ഇവർ പല ഡീലുകൾ നടത്തി എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകളും മറ്റുമൊക്കെ പുറത്തു വരുന്നത്. ആ ഡീലുകളെയൊക്കെ നമ്മുടെ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ, വികസനം ആഗ്രഹിക്കുന്നവർ, മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവർ അതിജീവിച്ച് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വസീഫ്, ഈ ആമുഖമായി താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ ഇപ്പോൾ കണക്കുകൾ ആ നിലയ്ക്ക് ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർവാഹക സമിതി യോഗങ്ങൾ ഈ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാലിടറി വീഴാൻ ഇടയുള്ള അങ്ങനെ കരുതുന്ന മണ്ഡലങ്ങളെ നിങ്ങൾ പിന്നെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കണക്കുകൂട്ടൽ നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ തലസ്ഥാന ജില്ല എടുക്കാം. തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് പറയുന്നത്, തിരുവനന്തപുരം ജില്ലയിൽ ആരാണോ ഭൂരിപക്ഷം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ നേടുന്നത് അവരായിരിക്കും ഈ സംസ്ഥാനം ഭരിക്കുക എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ 14 നിയോജക മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരത്ത് 13 ഇടതുമുന്നണിയാണ് വിജയിച്ചത്. അതുപോലെ നമുക്ക് വടക്കൻ മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറം പോലെയുള്ള ഇടങ്ങളിൽ ഇവിടെയൊക്കെ ഏത് തരത്തിലുള്ള ഒരു തുടർച്ച ഉണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? പ്രത്യേകിച്ച് ചില മന്ത്രിമാർ കനത്ത പോരാട്ടം നേരിടുന്നുണ്ട് എന്ന വിലയിരുത്തലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വീണ ജോർജിൻ്റെ കാര്യത്തിൽ, തിരൂരിൽ വി അബ്ദുറഹ്മാൻ്റെ കാര്യത്തിൽ, അതുപോലെ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ, രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിൽ, എം പി രാജേഷ് തൃത്താലയിൽ, ഇവരുടെയൊക്കെ നില ഇത്തവണ പരുങ്ങലിലാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ചില വിലയിരുത്തലുകൾ വരുന്നുണ്ട്. സി പി എം ഈ തരത്തിൽ എന്തെങ്കിലും ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരുങ്ങലുണ്ട് എന്നുള്ള ഒരു അഭിപ്രായവും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലങ്ങളിലെല്ലാം
തീർച്ചയായിട്ടും വലിയ മുന്നേറ്റം ഉണ്ടാകും. കാരണം ഈ മന്ത്രിമാരെല്ലാം കേരളത്തിൻ്റെ പൊതുസമൂഹം, മന്ത്രിമാരെയെല്ലാം ഈ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിച്ചവരാണ്. ഇവർക്കെതിരെ ഒന്നും സാധാരണ UDF മന്ത്രിമാരെക്കുറിച്ച് കേൾക്കുന്ന പോലെ ഒരാക്ഷേപം പോലും കേൾക്കാത്തവരാണ്. പിന്നെ എന്തെങ്കിലും ആക്ഷേപിക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതല്ലാതെ വസ്തുതാപരമായി ഈ മന്ത്രിമാർക്കെതിരെ ഒന്നും ഒരു കാര്യമാത്ര പ്രസക്തമുള്ള ഒരാക്ഷേപവും നമ്മളാരും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിമാരെയെല്ലാം ആ നാട്ടിലെ ജനങ്ങൾ ഹൃദയത്തിലേറ്റും. നേരത്തെ അവർ മത്സരിക്കുന്ന സമയത്തും ആ മണ്ഡലങ്ങളൊക്കെ നമുക്കറിയാം. രാഷ്ട്രീയമായി ഞങ്ങൾക്ക് അത്ര മേൽക്കൈയുള്ള മണ്ഡലങ്ങളല്ല ഇവർ ഈ മത്സരിച്ച മണ്ഡലങ്ങളൊന്നും. ആ മണ്ഡലങ്ങളിൽ അവർ നേരത്തെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 ജയിച്ചു വന്നത് വലിയ പോരാട്ടത്തിലൂടെയാണ്. എന്നാൽ തിരൂരിലെ മന്ത്രി നമ്മുടെ വി അബ്ദുറഹിമാൻ മത്സരിച്ചത് മറ്റൊരു മണ്ഡലത്തിൽ, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി മത്സരിക്കുകയാണ്. ലീഗിൻ്റെ മണ്ഡലത്തിലാണ്. ലീഗിന് വലിയ ഭൂരിപക്ഷം കൊടുക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ആ മണ്ഡലം ഇപ്പോൾ നമ്മുടെ വി അബ്ദുറഹിമാൻ മത്സരിക്കുന്നതോടുകൂടി ചിത്രം മാറി. ഞങ്ങൾ ജയിക്കും എന്നുള്ള സംസാരത്തിലേക്ക് എത്തി. അവിടെയും ഞങ്ങളുടെ ഒരു അഭിപ്രായം വി അബ്ദുറഹിമാൻ ഒരു ക്ലിയർ മെജോറിറ്റിയിൽ ജയിച്ചു വരും എന്ന് തന്നെയാണ്. വീണോ ജോർജ് ആയാലും MP രാജേഷ് ആയാലും. MP രാജേഷൊക്കെ തൃത്താലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടി വന്ന കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത നേരത്തെ സ്പീക്കറായ ഒരു മന്ത്രിയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ ആ മണ്ഡലത്തിൽ ഇടപെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ആ നാട് അദ്ദേഹത്തോടൊപ്പം നിൽക്കും. അദ്ദേഹത്തെ ഒന്നും കൈവിടും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ പറയുന്നവർക്കെല്ലാം എന്തൊക്കെ പറയാം, എന്തൊക്കെ പ്രഡിക്ഷൻ നടത്താം. ഇപ്പോൾ അതോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു മണ്ഡലമല്ലേ പറവൂരിൽ നല്ല മത്സരമല്ലേ നടന്നത്? പറവൂരിൻ്റെ കാര്യത്തിൽ അത്ര സേഫാണോ? സണ്ണി ജോസഫിൻ്റെ മണ്ഡലം, അവിടെ ഞങ്ങൾ ജയിക്കാനുള്ള സാധ്യതയില്ലേ? അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് വേങ്ങര, മലപ്പുറത്തെ. വേങ്ങരയിൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നല്ല ടൈറ്റ് ഫൈറ്റ് അല്ലേ കൊടുത്തത്. എന്താകും എന്ന് പറയാൻ പറ്റില്ല. മങ്കട എന്താവും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അപ്പുറത്ത് നിന്ന് കുറേ മണ്ഡലങ്ങൾ ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി, വടകര സീറ്റുകളിലൊക്കെ നല്ല മത്സരം ഉണ്ടായത്. വടകരയിൽ ഞങ്ങൾ ജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഈ വടക്കോട്ടാണെങ്കിൽ തിരുവനന്തപുരത്തും അതേ അവസ്ഥ തന്നെയല്ലേ ഉള്ളത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾക്ക് ഏതെങ്കിലും സീറ്റ് നഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ ഇല്ല. അപ്പം അതുകൊണ്ട് നല്ലൊരു മുന്നേറ്റം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഇടതുപക്ഷത്തോടൊപ്പം ജനം നിൽക്കും. പ്രത്യേകിച്ച് ഈ തമ്മിൽ തല്ലുന്ന, അധികാരത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയുന്ന, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, എങ്ങനെയെങ്കിലും അധികാരം കിട്ടുക എന്നുള്ള ലക്ഷ്യം വെച്ച് പോകുന്ന UDF-നോടൊപ്പമൊന്നും ജനം നിൽക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.